ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിമുറ്റത്ത് നിൽക്കുന്ന ഫുൾട്ടഞ്ചേഷ്യൻ പിതാവിൻ്റെ അടുത്ത് വന്ന് പരിചയക്കാരനൊരാൾ ചോദിക്കുന്നുണ്ട്, പിതാവേ, ഈ പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരുടെ മുഖത്തൊക്കെ എന്താ ഇത്ര വലിയ സന്തോഷം? പിതാവ് പറയുന്നുണ്ട്, അവർ തിരിച്ചിറങ്ങിപ്പോകുന്നത് വെറും കൈയോടെയല്ല, ഈശോയെയും കൊണ്ടാണ്. വെറും കൈയോടെയല്ല ജീവിതത്തിലേക്ക് മടങ്ങുന്നത്, ഈശോയെയും കൊണ്ടാണ്. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ മനുഷ്യരുടെ മുഖത്ത് തെളിയുന്ന പുഞ്ചിരിയുടെ, അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആത്മാർത്ഥമായ സന്തോഷത്തിൻ്റെ പേരാണ് ക്രിസ്തുമസ് എന്നുള്ളത്. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവർ വലിയൊരു പ്രകാശം കണ്ടു. ഈ വെട്ടത്തോടുകൂടിയാണ് ക്രിസ്തുവിനെ കണ്ടവർ ഇറങ്ങിപ്പോരുന്നത്. ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്, സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണമെന്നേ. അപ്പോഴേ ഹാപ്പി ക്രിസ്തുമസ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റുള്ളൂ. ബെനഡിക്റ്റ് 16 പാപ്പ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ചെറുപ്പം മക്കളെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് ഞാനിടുന്ന പേരാണ് ക്രിസ്തു. അതല്ലാതെ വേറെ എന്തിൻ്റെ പിന്നാലെ പോയി എത്രയൊക്കെ പാർട്ടി നടത്തി എന്ന് പറഞ്ഞാലും ആ സന്തോഷം ഉടനെ തീരും. പക്ഷേ ഒരിക്കലും നശിച്ചു പോവാത്ത, നിങ്ങൾ അന്വേഷിക്കുന്ന ആ സന്തോഷത്തിന് ഞാനിടുന്ന പേരാണ് ക്രിസ്തു. ശിമയോൻ എന്ന് പറയുന്ന ആ ജ്ഞാനവൃദ്ധൻ ഒരു കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് ഉയർത്തി പറയുന്നത് കേൾക്കണില്ലേ? കർത്താവെ, സകല ജനത്തിനും വേണ്ടിയിട്ട് അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയച്ചിക്ക്. ഇത്രയും നാൾ കണ്ട കാഴ്ചയൊന്നും എൻ്റെ മനസ്സ് നിറച്ചിട്ടില്ലാന്നേ. ഈ ക്രിസ്തുവിനെ കാണുന്നതോടുകൂടെ ഇനിയിപ്പം മരിച്ചാലും സാരമില്ല എന്നുള്ള ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ഈ മനുഷ്യൻ ഉയരുന്നത് കാണുന്നില്ലേ? ക്രിസ്തുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ആ സന്തോഷത്തിൽ, ആ മുഖം നിറഞ്ഞ സന്തോഷത്തിൽ, ഉള്ളു നിറഞ്ഞ ആനന്ദത്തിൽ ഒരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ, ക്രിസ്തുവിനെ കണ്ടുമുട്ടാനാവട്ടെ എന്ന് സ്നേഹത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു.